ഹായ് നമസ്കാരം. എൻ്റെ ചോദ്യപ്പെട്ടിയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ചോദ്യപ്പെട്ടിയിൽ ആയിരക്കണക്കിന് ചോദ്യങ്ങൾ നിറച്ചു വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അതിങ്ങനെ നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. മുഴുവനായിട്ടും തന്നെ ഉപയോഗപ്പെടുത്തുക. ഓരോ ദിവസവും ഓരോ പാർട്ട് എന്നുള്ള രീതിയിൽ അപ്ലോഡ് ചെയ്ത് വരുന്നുണ്ട്. നമ്മുടെ ക്ലാസ്സുകളൊക്കെ ആപ്പിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇവിടെ ഇന്നും നിങ്ങളിലേക്ക് എത്തിക്കാൻ ഉദ്ദേശിക്കുന്ന ഈ ഒരു വീഡിയോ നമ്മുടെ നഴ്സറി സ്കൂൾ ടീച്ചറിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നുള്ള ഒരു സെറ്റ് ക്വസ്റ്റ്യൻസാണ്. ഒരുപാട് ക്വസ്റ്റ്യൻസ് അവിടെ നിന്ന് അവൈലബിൾ ആണെന്ന് ഞാൻ ഇതിന് മുമ്പത്തെ പാർട്ടുകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മാതൃകയായിട്ട് എടുക്കാവുന്ന, ഇനി അങ്ങോട്ട് എൽ പി യു പിക്കും പ്രതീക്ഷിക്കാവുന്ന ചില ടോപ്പിക്കുകൾ, കാരണം എൽ പി യു പിയുടെ സിലബസിലുള്ള, എന്നാൽ പണ്ട് എൽ പി യു പിയുടെ സിലബസിൽ ഇല്ലായിരുന്ന ഒരുപാട് ടോപ്പിക്കുകൾ ഓൾറെഡി നഴ്സറി സ്കൂൾ ടീച്ചറിൻ്റെ ടോപ്പിക്കിലുള്ളതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപയോഗപ്രദമാകുന്ന രീതിയിലേക്ക് വരുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം. ചേഷ്ടാവാദത്തിൻ്റെ പിതാവായി കണക്കാക്കപ്പെടുന്ന ശാസ്ത്രജ്ഞൻ അല്ലെങ്കിൽ മനഃശാസ്ത്രജ്ഞനാണ് ഉദ്ദേശിച്ചത് കേട്ടോ. ചേഷ്ടാവാദം, ബിഹേവിയറിസം, വ്യവഹാരവാദം, ഇതെല്ലാം ഒന്നുമല്ലേ? യെസ്. അത് ജെ ബി വാട്സൺ ആണോ, പാവ്ലോ ആണോ, ജോൺ ഡൂയി ആണോ, ടോൾമാൻ ആണോ? തീർച്ചയായിട്ടും ആ പേര് മറക്കരുത്. ജെ ബി വാട്സൺ എത്രയോ തവണ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, പല ക്ലാസ്സുകളിലൊക്കെ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യം തന്നെയാണ്. അതേപോലെ A to Z സീരീസ് ഒക്കെ കാണുന്നുണ്ട്, യൂട്യൂബിൽ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇത്തരം ആശയങ്ങളൊക്കെ ഓൾറെഡി തെറ്റിക്കരുത്, ഡയറക്റ്റ് ചോദ്യമാണ്. അപ്പോൾ ഘടനാ മനഃശാസ്ത്രം, സ്ട്രക്ചറലിസത്തിൻ്റെ പിതാവ് വില്യം വുണ്ട്, ധർമ്മ മനഃശാസ്ത്രം ഫങ്ഷണലിസത്തിൻ്റെ വില്യം ജെയിംസ്, സമഗ്രതാ മനഃശാസ്ത്രം മാക്സ് വെർത്തിമർ, വുൾഫ്ഗാങ് കോഹ്ലറും കുഫ്കാക്കൊക്കെ അതിൻ്റെ ബാക്കിയായിട്ട് വന്ന ആൾക്കാരാണ്. വ്യവഹാര മനഃശാസ്ത്രത്തിലേക്ക് വന്ന ജെ ബി വാട്സൺ ആണ്. ഇ.എൽ. തോണ്ടയ്ക്കും പാവ്ലോയും ബി എഫ് സ്കിന്നറും ഒക്കെ വ്യവഹാരവാദികൾ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നുണ്ട്. ഈ ഒരു ഒറ്റ ഇതിൽ തന്നെ, സ്ലൈഡിൽ തന്നെ ഒരുപാട് ചോദ്യങ്ങൾ കിടപ്പുണ്ട്. എല്ലാം പഠിച്ചോണം, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം താഴെ കൊടുത്തിരിക്കുന്നതിൽ വ്യവഹാരികവാദികളിൽ പെടുന്നതാര്, പെടാത്തതാര്, താഴെ കൊടുത്തിരിക്കുന്നതിൽ ഈ സമഗ്രതാ മനഃശാസ്ത്രവുമായി ബന്ധപ്പെട്ടതാര്, ബന്ധപ്പെടാത്തതാര്, അങ്ങനെ തന്നെ എന്തോരം ക്വസ്റ്റ്യൻസ് ഇവിടെ നിന്ന് ചോദിക്കാൻ പറ്റും. അതുപോലെ ഓരോന്നിനും തുടക്കം കുറിച്ച മനഃശാസ്ത്രജ്ഞൻ ആരാണ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിനു മുമ്പ് ചോദിച്ച ഒരുപാട് ചോദ്യങ്ങളിൽ ഈ കാര്യങ്ങൾ വന്നിട്ടുണ്ട്. സോ പ്രാധാന്യത്തോടുകൂടി നോട്ട് ചെയ്യുക. നിങ്ങൾക്ക് പെട്ടെന്നൊന്ന് മെമ്മറിയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്ലൈഡ് ഇട്ടിരിക്കുന്നത്. ഇനി അടുത്തൊരു ചോദ്യത്തിലേക്ക്, അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് കുറച്ച് കാര്യം കൂടെ ഉണ്ട്. മനോവിശ്ലേഷണ മനഃശാസ്ത്രം, സൈക്കോ അനാലിസിസ്, സിഗ്മണ്ട് ഫ്രോയിഡ് ആണ്. CJ യുങ് ആണ് അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായിട്ട് വന്നത്. എത്രയോ തവണ ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്. മാനവിക മനഃശാസ്ത്രം, ഹ്യൂമനിസത്തിൽ കാൾ റോജറും എബ്രഹാം മാസ്ലോയാണ് അതിൻ്റെ വക്താക്കളായിട്ട് വന്നിട്ടുള്ളത്. ജ്ഞാനനിർമ്മിതിവാദം, കോഗ്നിറ്റീവ് കൺസ്ട്രക്റ്റിവിസത്തിൽ ജീൻ പിയാഷയും ജെറോം എസ് ബ്രൂണറുമാണ് അതിനകത്ത് പ്രധാനമായിട്ട് വന്നിട്ടുള്ളത്. സാമൂഹ്യ ജ്ഞാനനിർമ്മിതിവാദം വൈഗോസ്കിയുമായി ബന്ധപ്പെട്ടാണ് ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ ആ ചോദ്യം ഓൾറെഡി നമ്മൾ കണ്ടിട്ടുള്ളതാണ്. വളരെ പ്രധാനപ്പെട്ട ആശയങ്ങളാണ് അവിടെ എല്ലാം നമ്മൾ പറഞ്ഞു പോയത്. അടുത്ത ചോദ്യം, നവജാത ശിശുവിൻ്റെ മനസ്സ് വെള്ളക്കടലാസ് പോലെയാണെന്ന് അഭിപ്രായപ്പെട്ട വിചക്ഷണൻ പെസ്റ്റലോസി, കൊമേനിയസ്, ജോൺ ലോക്ക്, ഹെർബർട്ട് സ്പെൻസർ. നവജാത ശിശുവിൻ്റെ മനസ്സ് വെള്ളക്കടലാസ് പോലെയാണ് എന്ന് അഭിപ്രായപ്പെട്ടതാരാണ്? അറിഞ്ഞിരുന്നു. ഇതുപോലത്തെ ചില പ്രസ്താവനകളൊക്കെ നടത്തിയിട്ടുള്ള ആൾക്കാരുണ്ട്. ജോൺ ലോക്കാണ് അതിൻ്റെ ശരിയായിട്ടുള്ള ആൻസറായിട്ട് വരുന്നത്. സംഘപഠനത്തിൻ്റെ ലക്ഷ്യമല്ലാത്തതേത്? അറിവിൻ്റെ സാമൂഹ്യവൽക്കരണം, ജനാധിപത്യ മൂല്യങ്ങൾ നേടൽ, ആവർത്തനത്തിലൂടെയുള്ള പഠനം, സഹകരണാത്മക. വളരെ സിമ്പിളായിട്ട് നിങ്ങളുടെ മനസ്സിലേക്ക് ഇപ്പോൾ ആൻസർ വന്നിട്ടുണ്ട്. ഏത് പഠനം? സംഘപഠനം. സംഘപഠനത്തിനകത്ത് തീർച്ചയായിട്ടും അവിടെ ആവർത്തനത്തിലൂടെ ഒരു പഠനം എന്ന് പറയുന്ന ആശയം അവിടെ വരുന്നില്ല. ബാക്കി എല്ലാതുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ആണ്. അതുകൊണ്ട് ഓപ്ഷൻ സി ആണ് അവിടുത്തെ ശരിയായിട്ടുള്ള ആൻസർ. പ്രൈമറി തലത്തിൽ പാർട്ട് 1 മൂല്യനിർണ്ണയത്തിൻ്റെ ഗ്രേഡിംഗ് രീതി എന്ത്? പ്രൈമറി തലത്തിൽ പാർട്ട് 1 മൂല്യനിർണ്ണയത്തിൻ്റെ ഗ്രേഡിംഗ് രീതി, പ്രൈമറി തലത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ 3 ആണോ 9 ആണോ 5 ആണോ എന്നുള്ളതാണ് ആദ്യം അറിയേണ്ടത്. അവിടെ 5 പോയിൻറ്റ് സ്കെയിലാണ്. അതിൽ തന്നെ 5 പോയിൻറ്റ് അബ്സല്യൂട്ട് ഗ്രേഡിംഗ് എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ആൻസറായിട്ട് വരുന്നത്. നിങ്ങൾക്ക് കൺഫ്യൂഷൻസ് എന്തെങ്കിലും ഉണ്ട്, വേറെ എവിടെയെങ്കിലും ഏതെങ്കിലും രീതി കാണുന്നുണ്ടെങ്കിലൊക്കെ കമൻറ്റ് ചെയ്യാം കേട്ടോ. തീർച്ചയായിട്ടും ഇവിടെ നമ്മുടെ ഹൈസ്കൂൾ ലെവലിലേക്ക്, സെക്കൻഡറി ലെവലിലേക്കൊക്കെ വരുമ്പോൾ അവിടെ 9 പോയിൻറ്റ് സ്കെയിലാണ് ഗ്രേഡിംഗ് രീതിക്ക് അത് വരുന്നത്. അബ്സല്യൂട്ട് ഗ്രേഡിംഗ് എന്താണ്, റിലേറ്റീവ് ഗ്രേഡിംഗ് എന്താണെന്നൊക്കെ ഉള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആശയങ്ങളാണ്. അത് പഠിച്ചു വെക്കേണ്ടതാണെന്ന് ഓർക്കുക. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഐക്യരാഷ്ട്രസഭ കുട്ടികളുടെ അവകാശം പ്രഖ്യാപനം നടത്തിയ വർഷം 2002, 2006, 2007, 2001. ഏത് വർഷമാണ്? 2002 ഐക്യരാഷ്ട്രസഭ കുട്ടികളുടെ അവകാശ പ്രഖ്യാപനം നടത്തിയ വർഷമെന്ന് മനസ്സിലാക്കുക. ഉദാഹരണങ്ങളിലൂടെ താരതമ്യ പഠനം നടത്തി സാമാന്യവൽക്കരണത്തിലെത്തുന്ന പഠന രീതി. ഉദാഹരണങ്ങളിലൂടെ എത്തുന്നത് ഏതാണ്? പലതവണ പറഞ്ഞിട്ടുള്ളതാണല്ലേ. ഉദ്ഗ്രഥന രീതിയാണോ, നിഗമന രീതിയാണോ, ആഗമന രീതിയാണോ, അപഗ്രഥന രീതിയാണോ? തീർച്ചയായിട്ടും അതിന് ഒറ്റ ആൻസറേ ഉള്ളത് ആഗമന രീതിയാണ്. ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ആൻസറായിട്ട് വരുന്നത്. ഉദ്ദേശാധിഷ്ഠിത ബോധനത്തിനും അതിനനുസൃതമായ പരീക്ഷണ രീതിക്കും അടിസ്ഥാനം നൽകിയ ദാർശനികൻ കാൾ റോജർ, ബെഞ്ചമിൻ എസ് ബ്ലൂം, തോണ്ടയ്ക്ക്, പെസ്റ്റലോസി. ഉദ്ദേശാധിഷ്ഠിത ബോധനം, ഒബ്ജക്റ്റീവ്സ് അല്ലേ, വളരെ ഇമ്പോർട്ടൻ്റാണ്. ബെഞ്ചമിൻ എസ് ബ്ലൂം അല്ലേ, ബ്ലൂംസ് ടാക്സോണമിയൊക്കെ റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യനാണ് വന്നിരിക്കുന്നത്. ഉദ്ദേശാധിഷ്ഠിത ബോധനം, ആ വേർഡ് ഓർത്തിരുന്നോണം, ബെഞ്ചമിൻ എസ് ബ്ലൂം.
കുട്ടികളിൽ വായനാശേഷിയെ ബാധിക്കുന്ന പഠന വൈകല്യം ഡിസ്ലെക്സിയ, ഡിസ്ഗ്രാഫിയ, ന്യൂറോസിസ്, ഡിസ്കാൽക്കുലിയ. ഒരുപാട് തവണ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലേ, പഠന വൈകല്യങ്ങളിൽ നിന്ന് എപ്പോഴും ചോദ്യം വരുന്നുണ്ട്, റിപ്പീറ്റ് ആയിട്ട് വരുന്ന ഒരു ഏരിയയാണ്, അതുകൊണ്ട് തന്നെ പഠിച്ചു വെക്കണം എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് പ്രതീക്ഷിക്കുന്നു. അതിൻ്റെ ആൻസർ അത് ഡിസ്ലെക്സിയാണ്. ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ആൻസറായിട്ട് വരുന്നത്. അടുത്തൊരു ചോദ്യത്തിലേക്ക് പോവാം. ബ്രൂണറുടെ പ്രതീകാത്മക ഘട്ടം സിംബോളിക് സ്റ്റേജിന് സമാനമായി പിയാഷെ നിർദ്ദേശിച്ച ഘട്ടം. അപ്പോൾ ഇതൊരു നല്ല ചോദ്യമാണ്. ബ്രൂണറുടെ ഘട്ടത്തിന് ഈക്വലൻ്റ് ആയിട്ട് പിയാഷെ നിർദ്ദേശിച്ചത്, പിയാഷയുടെ ഘട്ടത്തിന് ഈക്വലൻ്റ് ആയിട്ട് ബ്രൂണറിൻ്റെ അകത്ത് വരുന്ന ഏത്, അങ്ങനത്തെ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. രണ്ടുപേരുടെയും ഘട്ടങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചോണം. ഇതിനോടകം ഞാൻ A2S ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. അതുപോലെ ഇതിനകത്ത് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ്റെ സമയത്തും പല പാർട്ടികളിലായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് അത് കമ്പയർ ചെയ്ത് പഠിച്ചോണം. ഇവിടെ പ്രതീകാത്മക ഘട്ടം സിംബോളിക് സ്റ്റേജിന് കറസ്പോണ്ടിങ് ആയിട്ട് ഏതാണെന്ന് ചോദിച്ചാൽ അവിടുത്തെ ആൻസർ ഫോർമൽ ഓപ്പറേഷൻ സ്റ്റേജാണ്. ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ആൻസറായിട്ട് വരുന്നത്. കമ്പയർ ചെയ്ത് പഠിച്ചോണം. പ്രവർത്തന ഘട്ടം എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? അപ്പോൾ ബ്രൂണറുടെ ആ ഘട്ടങ്ങളൊന്നും ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് പോക്കൂ. പ്രവർത്തന ഘട്ടത്തിൽ ഏർപ്പെട്ടുകൊണ്ടുള്ള പഠനമാണ് ഈ ഘട്ടത്തിൽ നടക്കുന്നത്. പ്രവർത്തനങ്ങളാണ് അവിടുത്തെ പ്രധാന ഘട്ടം പ്രവർത്തന ഘട്ടത്തിൽ വരുന്നത്. മൂർത്ത വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ടുള്ള പഠനമാണിത്. ഇങ്ങനെ മനസ്സിലാക്കിയ കാര്യങ്ങൾ ഭാഷയിലൂടെയോ പ്രവർത്തനങ്ങളിലൂടെയോ ചിലപ്പോൾ വ്യാഖ്യാനിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. അപ്പം മൂർത്ത വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ടുള്ള പഠനം നടക്കുന്നത് ബ്രൂണറുടെ ഏത് ഘട്ടത്തിലാണെന്ന് ചോദിച്ചാൽ അത് പ്രവർത്തന ഘട്ടത്തിലാണ് എന്ന് മനസ്സിലാക്കുക. ഏതൊരാശയത്തിൻ്റെയും പ്രാഥമിക തലം പ്രവർത്തനത്തിൻ്റെ എന്നാണ് ബ്രൂണറുടെ അഭിപ്രായം. ബിംബനഘട്ടം ഐക്കോണിക് സ്റ്റേജ്. ഇവിടെ പ്രവർത്തനങ്ങളെക്കാളും ഉപരി അനുഭവങ്ങളെ അല്ലെങ്കിൽ സംഭവങ്ങളെ, വസ്തുക്കളെയൊക്കെ ബിംബങ്ങളുടെ രൂപത്തിൽ മനസ്സിലാക്കി സൂക്ഷിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. പ്രതിരൂപാത്മഘട്ടം സിംബോളിക് സ്റ്റേജിലേക്ക് വന്നു കഴിഞ്ഞാൽ ഉയർന്ന തലത്തിലുള്ള ആശയരൂപീകരണം നടക്കുന്ന ഘട്ടമാണിത്. ഈ ഘട്ടത്തിലാണ് അമൂർത്ത ആശയങ്ങൾ രൂപീകരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. ഇതിനായി പ്രതീകങ്ങൾ, ചിഹ്നങ്ങൾ, ഭാഷ തുടങ്ങിയവ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ ബിംബങ്ങൾ, പ്രതിരൂപാത്മക ഘട്ടങ്ങൾ വരെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക. മേൽ സൂചിപ്പിച്ച ഘട്ടങ്ങളിലൂടെയാണ് കുട്ടിയുടെ ആശയരൂപീകരണം നടക്കുന്നത്. മൂർത്ത വസ്തുക്കൾ ആദ്യവും ചിത്രങ്ങളും രൂപങ്ങളും അടങ്ങിയ അർത്ഥമൂർത്ത വസ്തുക്കൾ അതിനുശേഷവും തുടർന്ന് അമൂർത്ത വസ്തുക്കൾ എന്ന ക്രമത്തിലാണ് അനുഭവങ്ങൾ ഒരുക്കുകയെങ്കിൽ ആശയരൂപീകരണം കൂടുതൽ ദൃഢമാകും എന്നുള്ളത് മനസ്സിലാക്കി. ഇത് ബ്രൂണറുടെ ആശയങ്ങളാണ്. ബിംബനഘട്ടം, പ്രവർത്തനഘട്ടം, അതുപോലെ പ്രതിരൂപാത്മകഘട്ടം അല്ലേ? പ്രവർത്തനഘട്ടം, അതുപോലെ ബിംബനഘട്ടം, പ്രതിരൂപാത്മകഘട്ടം. ആ ഒരു ഓർഡർ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കാനായിട്ട് ശ്രമിക്കുക. പ്രീ സർവീസ് അധ്യാപക പരിശീലന കേന്ദ്രങ്ങളുടെ ഗുണനിലവാരം ഉറപ്പുവരുത്തുന്ന സ്ഥാപനം. പ്രീ സർവീസ് അധ്യാപക പരിശീലന കേന്ദ്രങ്ങളുടെ ഗുണനിലവാരം NCERT ആണോ, SCERT ആണോ, ഡയറ്റ് ആണോ, NCTE ആണോ? ഫുൾ ഫോം അറിയാമെങ്കിൽ അല്ലേ? നാഷണൽ കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷൻ റിസർച്ച് ആൻഡ് ട്രെയിനിങ് അതല്ല. സ്റ്റേറ്റ് കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷൻ റിസർച്ച് ആൻഡ് ട്രെയിനിങ് അല്ല. ഡിസ്ട്രിക്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണോ? അതല്ല. പിന്നെ ഏതാ? നാഷണൽ കൗൺസിൽ ഓഫ് ടീച്ചർ എഡ്യൂക്കേഷൻ ആണ്. NCTE ആണ്. ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ആൻസറായിട്ട് വരിക. പ്രാഗ് ലേഖനശേഷി കൈവരിക്കാൻ സഹായകമായ പ്രവർത്തനം. പ്രാഗ് ലേഖനശേഷി. ഇതിനു മുമ്പ് ഇതേപോലൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ വേറൊരു രീതി ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ചൊരു ചോദ്യമാണ്. ഇത് നഴ്സറി സ്കൂൾ ടീച്ചറിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ ആവർത്തിച്ച് വരുന്നൊരു ടൈപ്പ് ക്വസ്റ്റ്യനാണ്. ഏതായിരിക്കും? ചിത്രവായന, ചിത്രം വര, ആംഗ്യപ്പാട്ട്, കളിപ്പാട്ട് നിർമ്മാണം. ഈ പ്രാഗ് ലേഖനശേഷി എന്ന് പറയുമ്പോൾ എഴുതാനുള്ള കഴിവ് ഉണ്ടാവുന്നതിന് സഹായിക്കുന്ന ചിത്രം വരെയാണ്. അതാണ് കുട്ടികൾ ആദ്യമൊക്കെ പടം വരച്ച കളിക്കുന്നത്. അതിനുശേഷമാണ് ABCDയിലേക്ക് പോകുന്നത് അല്ലേ? അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റിയുടെ ദേശീയ പ്രസിഡന്റ്, പ്രധാനമന്ത്രി, ആരോഗ്യവകുപ്പ് മന്ത്രി, രാഷ്ട്രപതി, മാനവശേഷി വികസന വകുപ്പ് മന്ത്രി ആരാണ്? രാഷ്ട്രപതിയാണ്. ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ആൻസർ. ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റിയുടെ ദേശീയ പ്രസിഡൻ്റായിട്ട് വരുന്നത് രാഷ്ട്രപതിയാണ് എന്നുള്ളത് മനസ്സിലാക്കുക. വൈഗോസ്കിയുടെ സിദ്ധാന്തവുമായി യോജിക്കുന്ന പ്രസ്താവന ഏത്? കുട്ടിയുടെ വളർച്ച ആദ്യം വ്യക്തിഗതമായും പിന്നീട് സാമൂഹികമായിട്ട് നടക്കുന്നു. പഠനം ജീവശാസ്ത്രപരമായ ഒരു പ്രക്രിയ ആണ്. അതുപോലെ സമൂഹവുമായുള്ള സംവാദത്തിലൂടെയാണ് പഠനം നടക്കുന്നത്. അധ്യാപകൻ കൈത്താങ്ങ് നൽകേണ്ടത് പഠനത്തിന് അത്യാവശ്യമാണ്. ഇപ്പോൾ ഇവിടെ മോസ്റ്റ് സ്യൂട്ടബിൾ ആണ്. വൈഗോസ്കിയുടെ സിദ്ധാന്തവുമായി ബന്ധപ്പെട്ട് യോജിക്കുന്ന പ്രസ്താവനയാണ്. അതിൽ ഒന്നിൽ കൂടുതലെണ്ണം ശരിയായിട്ട് നിങ്ങൾക്ക് തോന്നാം. പക്ഷേ മോസ്റ്റ് സ്യൂട്ടബിൾ ആൻസർ ഒരെണ്ണേ ഉള്ളൂ. അതിലേക്ക് എത്തുക എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തീർച്ചയായിട്ടും അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് സമൂഹവുമായി സംവാദത്തിലൂടെയുള്ള പഠനം നടത്തുക എന്നുള്ളത് തന്നെയാണ് അതിനകത്ത് വരുന്ന കാര്യം. കൈത്താങ്ങ് നൽകേണ്ട പഠനത്തിന് അത്യാവശ്യം, അത് ആ കൈത്താങ്ങ് എന്ന് പറയുന്ന ആശയം അതിനകത്ത് അദ്ദേഹത്തിൻ്റെ ആശയങ്ങളും വരുന്നുണ്ട്. എന്നാൽ പോലും നമ്മുടെ തിയറി ആയിട്ട് എടുത്ത് യോജിക്കുന്നത് ഇവിടെ വൈഗോസ്കിയുടെ സിദ്ധാന്തവുമായി യോജിക്കുന്ന പ്രസ്താവന എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മോസ്റ്റ് സ്യൂട്ടബിൾ ആണ് എടുക്കേണ്ട. ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ആൻസർ. ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്ന ആരുടെ ജന്മദിനമാണ്? നല്ലൊരു GK ക്വസ്റ്റ്യൻ ആണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടതാണ്. മൗലാന അബ്ദുൽ കലാം ആസാദ്, S രാധാകൃഷ്ണൻ, രവീന്ദ്രനാഥ് ടാഗോർ, അരവിന്ദ് ഘോഷ്. ആരാണ്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. മൗലാന അബ്ദുൽ കലാം ആസാദ്. ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ആൻസർ. വിദ്യാഭ്യാസം ജീവിതം തന്നെയാണ്, ജീവിക്കാൻ വേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പല്ല എന്ന് പറഞ്ഞ ദാർശനികൻ. ഇപ്പോൾ സെൻറ്റൻസുകൾ ഇതിനു മുമ്പ് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇത് കൂടുതലും നഴ്സറി സ്കൂൾ ടീച്ചറിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ കാണാൻ പറ്റും. LP-UPയിലേക്ക് അത്തരത്തിലുള്ള ചോദ്യങ്ങൾ വന്ന് കയറിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണ്. അതുകൊണ്ട് പഠിച്ചു വെക്കണം. ഡൂയി ഫ്രയർ ഇല്ലിച്ച് റൂസോ ആരുമായിട്ട് ബന്ധപ്പെട്ടാണ്? അത് ജോൺ ഡൂയിയുടെ സെൻറ്റൻസ് ആണ്. വിദ്യാഭ്യാസം ജീവിതം തന്നെയാണ്, ജീവിക്കാൻ വേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പല്ല എന്ന് പറഞ്ഞത് ജോൺ ഡൂയി ആണ് എന്ന് മനസ്സിലാക്കുക.
അടുത്ത ചോദ്യം, അനൗപചാരിക വിദ്യാഭ്യാസ ഏജൻസികൾ ഏറ്റവും പ്രയാസം നേരിടുന്ന മേഖല. പാഠ്യപദ്ധതി രൂപീകരണം, മൂല്യനിർണ്ണയം, പഠിതാക്കളെ കണ്ടെത്തൽ, പഠിതാക്കളിൽ താല്പര്യമുണ്ടാക്കൽ. അനൗപചാരിക വിദ്യാഭ്യാസത്തിൽ ഏറ്റവും ചലഞ്ചിങ് ആയിട്ടുള്ള കാര്യം ഇതിലേതാണ്? നല്ല ചോദ്യമാണ്, ഇനിയും പ്രതീക്ഷിക്കാവുന്നതാണ്. നമുക്ക് മോസ്റ്റ് സ്യൂട്ടബിൾ ആൻസർ അല്ലേ വേണ്ടത്? അത് മൂല്യനിർണ്ണയം അല്ലേ? ഏറ്റവും പാടുള്ള സാധനം എന്ന് പറയുന്നത് മൂല്യനിർണ്ണയമാണ്. ബാക്കിയൊക്കെ പോസിബിളായിട്ട് കൊണ്ടുവരാൻ പറ്റും, പക്ഷേ മൂല്യനിർണ്ണയം നമുക്ക് അവിടെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ടാസ്ക്കായിട്ട് വരുന്നുണ്ട്. സംസ്ഥാന തലത്തിൽ പാഠ്യപദ്ധതി, പാഠപുസ്തകം മുതലായവ തയ്യാറാക്കാൻ ചുമതല വഹിക്കുന്ന ITH സ്കൂള് SCERT, SSS, SIET. ആരാണ്? SCERT ആണ് സംസ്ഥാന തലത്തിൽ ഇതെല്ലാം ചെയ്യുന്നത്. NCERT എന്താണോ നാഷണൽ ലെവലിൽ ചെയ്യുന്നത് അതിൻ്റെ സപ്പോർട്ടിംഗ് റോൾ തന്നെയാണ് SCERT സ്റ്റേറ്റ് ലെവലിലും ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുക. മാതൃസമാജം MTA വിദ്യാലയങ്ങൾ അനുഷ്ഠിക്കുന്ന ധർമ്മം: ഉച്ചഭക്ഷണം വിതരണം, മേൽനോട്ടം, പെൺകുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കൽ, വിദ്യാലയത്തെയും വീടിനെയും പരസ്പരം ബന്ധിപ്പിക്കൽ, ഗ്രഹപാഠങ്ങൾ ചെയ്യുന്നുവെന്ന് ഉറപ്പാക്കൽ. ഇതിലേതാ മാതൃസമാജം? മോസ്റ്റ് സ്യൂട്ടബിൾ ആൻസർ ഒരെണ്ണയുള്ളത് ഓപ്ഷൻ C ആണ്. വിദ്യാലയത്തെയും വീടിനെയും പരസ്പരം ബന്ധിപ്പിക്കൽ തന്നെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്, അല്ലാതെ ബാക്കിയുള്ള കാര്യങ്ങൾ അതൊക്കെ അതിൻ്റെ പാർട്ടായിട്ട് ചിലപ്പോൾ വരുമായിരിക്കും. പക്ഷേ മോസ്റ്റ് സ്യൂട്ടബിൾ ആൻസർ ഒരെണ്ണേ വരുന്നുള്ളൂ എന്ന് മനസ്സിലാക്കുക. പ്രൊജക്റ്റ് രീതിയുടെ ഉപജ്ഞാതാവ് ചാൾസ് പിയേഴ്സൺ, സ്പെൻസർ, എഡ്ഗാർഡെയിൽ, ആൽഫ്രഡ് ബിനെ. അപ്പോൾ ഇത് പല രീതിയിൽ ഈ ചോദ്യം ചോദിക്കാറുണ്ട്. പ്രൊജക്റ്റ് രീതിയുടെ ഉപജ്ഞാതാവ് ആരാണെന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ വേറെ ആൻസറുകളും കാണാൻ പറ്റും. നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷനിൽ നിന്ന് സൂട്ടബിൾ ആയിട്ടുള്ള ആൻസറിലേക്ക് എത്തുക എന്നുള്ളതാണ്. ഞാൻ എടുത്തിരിക്കുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻസ് ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അതിൻ്റെ ആൻസർ കീഴിലുള്ള ആൻസർ വെച്ച് തന്നെ നമുക്ക് മുമ്പോട്ട് പോകാം. അവിടെ ചാൾസ് പിയേഴ്സൺ എന്നുള്ളതാണ് അവിടുത്തെ ആൻസറായിട്ട് വരുന്നത്. അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻസ് ഉണ്ട് ഈ മേഖലയിൽ, പക്ഷേ വേറെ രീതിയിൽ ആൻസറുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, പഠിക്കാറുമുണ്ട്. സോ ആൻസർ ഓപ്ഷൻസ് അനുസരിച്ചിട്ട് ആൻസർ എഴുതുക എന്നുള്ളതാണ്. തസ്തിക നിർണ്ണയത്തിനായി വിദ്യാലയങ്ങളിൽ കണക്കെടുക്കുന്ന ദിവസം: 1-ാം പ്രവൃത്തി ദിവസം, 6-ാം പ്രവൃത്തി ദിവസം, 5-ാം പ്രവൃത്തി ദിവസം, ജൂൺ 5. 6-ാം പ്രവൃത്തി ദിനത്തിലാണ്. ഓർത്ത് വെച്ചോ, നോട്ട് ചെയ്ത് വെച്ചോ, ഒരു എക്സ്ട്രാ പോയിൻ്റായിട്ട് വേണം ഓർത്തിരിക്കാവുന്നതാണ്. തസ്തിക നിർണ്ണയം നടക്കുന്ന 6-ാം പ്രവൃത്തി ദിനത്തിലാണ് എന്നുള്ളത് മനസ്സിലാക്കുക. തസ്തിക നിർണ്ണയം നടന്നാലേ നമുക്ക് ജോലി കിട്ടുള്ളൂ. 2 വയസ്സ് പ്രായമുള്ള ഒരു കുട്ടിയുടെ ഏകദേശ പദസമ്പത്ത് 150 വാക്കുകൾ, 200 വാക്കുകൾ, 250 വാക്കുകൾ, 100 വാക്കുകൾ. അപ്പോൾ ഇംഗ്ലീഷിൻ്റെ അല്ലെങ്കിൽ മലയാളത്തിൻ്റെയൊക്കെ പെഡഗോഗിയുടെ ഭാഗമായിട്ട് വേണമെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാവുന്നതാണ്. 100 വാക്കുകൾ എന്നുള്ളതാണ് അവിടുത്തെ ആൻസറായിട്ട് വന്നിട്ടുള്ളത്. നഴ്സറി സ്കൂൾ ടീച്ചറിൻ്റെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് എന്നുള്ളത് ഒരിക്കൽ കൂടി ഓർക്കുന്നു. വീണ്ടും, പരീക്ഷാ സമ്പ്രദായത്തെ ഘടനാപരമായോ പ്രക്രിയാപരമായോ പരിഷ്കരിക്കാൻ ഒരു ദൈക്ഷണിക നവോത്ഥാനത്തിൻ്റെ ആവശ്യമൊന്നുമില്ല എന്ന് അഭിപ്രായപ്പെട്ട മുതലിയാർ കമ്മീഷൻ, കോത്താരി കമ്മീഷൻ, യശ്പാൽ കമ്മിറ്റി, രാധാകൃഷ്ണൻ കമ്മിറ്റി. ഇത് ഞാൻ കമ്മീഷനുകളെക്കുറിച്ച് എടുത്തിരിക്കുന്ന ക്ലാസ്സുകൾ A to Z സീരീസിനകത്ത് ഇത് ഡിസ്കസ് ചെയ്ത് പോയിട്ടുണ്ട്. ഇതേ ക്വസ്റ്റ്യൻ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഏതാണ്? യശ്പാൽ കമ്മിറ്റിയിലാണ് ഇങ്ങനൊരു പരാമർശം ഉണ്ടായത് എന്ന് മനസ്സിലാക്കുക. പഠന രീതികളിൽ ഉണ്ടായ മാറ്റത്തെ ആസ്പദമാക്കി NCERT തയ്യാറാക്കിയ ഒരു ഗ്രന്ഥമുണ്ട്. ദി ടീച്ചർ, ഇന്ത്യൻ എഡ്യൂക്കേഷൻ ആൻഡ് സൊസൈറ്റി, ദി പ്രൈമറി ഇയേഴ്സ്. പഠന രീതികളിൽ ഉണ്ടായ മാറ്റത്തെ ആസ്പദമാക്കിക്കൊണ്ട് NCERT പുറത്തിറക്കിയത് ദി പ്രൈമറി ഇയേഴ്സ് എന്ന് പറയുന്ന പുസ്തകമാണ്. NCERTയുടെ പുസ്തകം ആയതുകൊണ്ട് തന്നെ നോട്ട് ചെയ്ത് വയ്ക്കാം, ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാവുന്നതാണ്. ഇത് പ്രീവിയസ് ഇയറിൽ PSC ചോദിച്ചിരിക്കുന്നതുകൊണ്ട് തന്നെയാണ്, അത് വേണേൽ ആവർത്തിച്ച് വീണ്ടും ചോദിക്കാവുന്നതാണ്, ശ്രദ്ധിച്ചിരിക്കേണ്ട ക്വസ്റ്റ്യൻസാണ്. പാവ്ലോ നടത്തിയ പ്രശസ്തമായ പരീക്ഷണത്തിൽ മണിനാഥം പ്രതിദാനം ചെയ്യുന്നത്. പാവ്ലോയുടെ പരീക്ഷണത്തിലെ മണിനാഥം എന്ന് പറയുന്നത് പ്രതികരണമാണോ, ശിലരൂപീകരണമാണോ, ചോദനമാണോ, പ്രബലനമാണോ? തീർച്ചയായും എല്ലാവർക്കും അറിയാം ചോദനം എന്ന് പറയുന്ന, അല്ലേ, സ്റ്റിമുലസ് എന്ന് പറയുന്ന ഒരു ആശയം അവിടെ വരുന്നുണ്ട്. മണിനാഥം എന്ന് പറയുന്നത് അത് തന്നെയാണ് എന്ന് പഠിച്ചിട്ടുള്ളതാണ്. ഇനി അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് ഒന്നും പറയേണ്ട കാര്യമില്ല. ബ്ലോക്ക് റിസോഴ്സ് സെൻ്ററുകൾ അധ്യാപകർക്ക് പ്രധാനമായും ലഭ്യമാകുന്നത് BRCകൾ വഴി അധ്യാപകർക്ക് കിട്ടുന്ന റെഫറൻസ് ഗ്രന്ഥങ്ങളാണോ, പഠനോപകരണങ്ങളാണോ, തത്സമയ പിന്തുണയാണോ, കൈപ്പുസ്തകങ്ങളാണോ? BRCയുടെ പ്രധാനപ്പെട്ട ധർമ്മം എന്ത് എന്നുള്ളതാണ് ആ ചോദ്യത്തിൽ വന്നിരിക്കുന്നത്. തത്സമയ പിന്തുണ, അധ്യാപകർക്ക് തത്സമയ പിന്തുണ നൽകുന്ന ആ സ്ഥാപനം ഏതാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരമായിട്ട് ഇതിനു മുമ്പ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ്. BRC ആണ്, ബ്ലോക്ക് റിസോഴ്സ് സെൻ്ററുകളാണ് എന്ന് മനസ്സിലാക്കുക. പഠനയാത്രകളുടെ അല്ലെങ്കിൽ ഫീൽഡ് ട്രിപ്പിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്താണെന്നാണ് അടുത്ത ചോദ്യം. പ്രാഥമിക സ്രോതസ്സിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുക, പഠനം പ്രവർത്തന അധിഷ്ഠിതമാക്കൽ, സഹപഠനം പ്രോത്സാഹിപ്പിക്കൽ, യാത്രാക്കുറിപ്പുകൾ തയ്യാറാക്കൽ. പഠനയാത്രയിലൂടെ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് എന്താ? ഫീൽഡ് ട്രിപ്പുകളിൽ ഫീൽഡിൽ ചെന്ന് കാണുക എന്നുള്ളതല്ലേ. അപ്പോൾ ആ പ്രാഥമിക സ്രോതസ്സിൽ നിന്ന് വിവരശേഖരണമാണ് അവിടുത്തെ ശരിയായിട്ടുള്ള ആൻസറായിട്ട് വരുന്നത്. ഓപ്ഷൻ A ആണ് ശരിയായിട്ടുള്ള ആൻസറായിട്ട് വരിക. അടുത്ത ചോദ്യം നോക്കൂ. എല്ലാ കുട്ടികൾക്കും 24 മണിക്കൂറും സഹായം എത്തിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടന സ്റ്റുഡൻസ് പ്രൊട്ടക്ഷൻ ഫോഴ്സ്, NCC, സ്കൂൾ ജാഗ്രതാ സമിതി, ചൈൽഡ് ലൈൻ. ആ പേരിൽ തന്നെ ഉണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും കോമൺ ആയിട്ട് ഒരു പക്ഷേ കേട്ടിട്ടുണ്ടാകുന്നൊരു കാര്യമാണ് ചൈൽഡ് ലൈൻ എന്ന് പറയുന്നത്. എല്ലാ കുട്ടികൾക്കും 24 മണിക്കൂറും സഹായം എത്തിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന ചൈൽഡ് ലൈനാണ്. അതിൻ്റെ ഹെൽപ്പ് നമ്പറൊക്കെ ഉള്ളതാണ്. കേന്ദ്രീയ വിദ്യാലയങ്ങൾ പ്രവർത്തനം ആരംഭിച്ച വർഷം 50, 62, 66, 60. 1950, 962, 966, 966. ഏതാണ് ശരിയായിട്ടുള്ള ആൻസർ? കേന്ദ്രീയ വിദ്യാലയങ്ങൾ 1962 കേന്ദ്രീയ വിദ്യാലയങ്ങൾ വരുന്ന. ഓപ്ഷൻ B ആണ് ശരിയായിട്ടുള്ള ആൻസറായിട്ട് അവിടെ കാണാനായിട്ട് നമുക്ക് സാധിക്കാം. ബിഹേവിയറിസം അടിസ്ഥാനമാക്കി രൂപപ്പെടുത്തിയ പഠന രീതി: ക്രമീകൃത പഠനം, ഉദ്ഗ്രഥന പഠനം, പ്രവർത്തനാധിഷ്ഠിത പഠനം, സഹവർത്തിത പഠനം.
ബിഹേവിയറിസത്തിന് അടിസ്ഥാനമായിട്ട് വന്നിരിക്കുന്ന പഠന രീതി, ആ ഒരു അടിസ്ഥാനത്തിൽ രൂപപ്പെടുത്തിയ പഠന രീതി ഏതാണെന്ന് ചോദിച്ചാൽ അത് ക്രമീകൃത പഠനം എന്നുള്ളതാണ്. ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ആൻസറായിട്ട് വരുന്നത്. നല്ലൊരു ചോദ്യമാണ്, നോട്ട് ചെയ്ത് വയ്ക്കാവുന്നതാണ്. അടുത്തൊരു ചോദ്യത്തിലേക്ക് പോവാം. ആദ്യകാല ശിശു സംരക്ഷണവും വിദ്യാഭ്യാസവും, ഏർലി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ്റെ മലയാളം. ജനനം മുതൽ 6 വയസ്സ് വരെ എന്ന് നിശ്ചയിച്ചത് യശ്പാൽ കമ്മിറ്റി, കോത്താരി കമ്മീഷൻ, മുതലിയാർ കമ്മീഷൻ, രാമമൂർത്തി കമ്മിറ്റി. നല്ലൊരു ചോദ്യമാണ്. കമ്മീഷനുകളെ കുറിച്ചിട്ട് നമ്മൾ കാര്യങ്ങൾ പഠിച്ചാൽ പോലും അതിനകത്ത് നിന്ന് ഇൻഡെപ്തായിട്ട് വീണ്ടും ചോദ്യങ്ങൾ വരുന്നത് കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് നഴ്സറി സ്കൂൾ ടീച്ചറിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ കണ്ടിട്ടുണ്ട്. അതൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കാവുന്നൊരു ചോദ്യമാണ്. പഠിച്ചോ, ഇതിനു മുമ്പ് ചോദിച്ചിട്ടുള്ളതുകൊണ്ട് രാമമൂർത്തി കമ്മിറ്റിയാണ് ഇത്തരത്തിലൊരു കാര്യം പറഞ്ഞിട്ടുള്ളതെന്ന് മനസ്സിലാക്കുക. ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ആൻസറായിട്ട് വരിക. കുട്ടികൾക്ക് എല്ലാ വസ്തുക്കളിലും ജീവനുള്ളവയുടെ പ്രത്യേകതകൾ ആരോപിച്ച് ചിന്തിക്കുന്ന ആനിമിസ്റ്റിക് തിങ്കിങ് അല്ലേ, അത് ജീവനുള്ളവയാണ്, ജീവനില്ലാത്തവയ്ക്കും അതുണ്ട് എന്ന് വിചാരിക്കുന്ന ഒരു കാലഘട്ടമുണ്ട്. ഇതിനു മുമ്പ് ചോദ്യങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ്, ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്. ആനിമിസം ഇന്ദ്രിയ ചാലകഘട്ടം, മനോവ്യാപാര പൂർവ്വഘട്ടം, രൂപാത്മക വ്യാപാരഘട്ടം, ഔപചാരിക മനോവ്യാപാരഘട്ടം, ഇതിലേതിലാണ് ഈ സചേതന ചിന്ത എന്ന് പറയുന്നൊരു ആശയം വരുന്നതെന്നുള്ളതാണ് ചോദ്യം. അത് മനോവ്യാപാര പൂർവ്വഘട്ടത്തിലാണ്. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ആൻസർ. ഒരുപാട് ചോദ്യങ്ങൾ ഈ മേഖലയിൽ നിന്ന് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഓരോ ഘട്ടത്തിലുള്ള പ്രത്യേകതകൾ എന്താണ് പിയാഷയുടെയൊക്കെ പഠിച്ചു വെച്ചോണം, ബ്രൂണറുടെയൊക്കെ പഠിച്ചു വെച്ചോണം, ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ കുറേയേറെ ചോദ്യങ്ങൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഒരു 35ഓളം ചോദ്യങ്ങളൊക്കെ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ ഈ ഒരു വീഡിയോ ഉറപ്പായിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയ ഒരുപാട് ക്വസ്റ്റ്യൻസ് കിട്ടിയെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദ്യപ്പെട്ടിയുടെ ഭാഗമായിട്ട് ആപ്പിലൊക്കെ വരുന്നുണ്ട്. യൂട്യൂബിലും അതിൻ്റെ പാർട്ടായിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. ഫുൾ വീഡിയോസും കാണുക, അതായത് ആപ്പിലൊക്കെയുള്ള മുഴുവൻ വീഡിയോസും കാണുക. അതിലൂടെ സമഗ്രമായിട്ട് കയറി പോകുമ്പോൾ ആയിരക്കണക്കിന് ചോദ്യങ്ങളിലൂടെ കയറി പോകുമ്പോൾ മൊത്തം ഒരു 10,000 ചോദ്യങ്ങളിലേക്ക് അവസാനം എത്തുമ്പോൾ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ലെവൽ ചേഞ്ച് ചെയ്യുന്നത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. സോ ഇനിയും സമയമുണ്ട്. ഏറ്റവും എഫക്റ്റീവായിട്ട് അത് ഉപയോഗപ്പെടുത്തുക. അവസാനത്തേക്ക് വെച്ചുകൊണ്ടിരിക്കരുത്. നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ട് എന്ന പ്രതീക്ഷയോടുകൂടി വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി.